നമസ്കാരം. ബെവ്കോ CMD സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യവുമായി എക്സൈസ് മന്ത്രി M. ലിജു രംഗത്ത്. സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി പുതിയൊരു ഉദ്യോഗസ്ഥനെ ഈ പദവിയിൽ നിയമിക്കണമെന്നാണ് മന്ത്രിയുടെ പ്രധാന ആവശ്യം. ആലപ്പുഴയിൽ നിന്നുള്ള ജനപ്രതിനിധി കൂടിയായ എക്സൈസ് മന്ത്രി M. ലിജു ഉന്നയിച്ച ഈ ആവശ്യത്തിന്റെ പശ്ചാത്തലം ആലപ്പുഴയിലുണ്ടായ രക്ഷാപ്രവർത്തന വിവാദങ്ങളാണ്. MR അജിത് കുമാറിനെ സംശയത്തിന്റെ നിഴലിലാക്കിയാണ് SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി പങ്കെടുത്ത ബെവ്കോ ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലും അജിത് കുമാർ നിർദ്ദേശങ്ങളൊന്നുമില്ലാതെ അകലം പാലിച്ചിരുന്നു. നേരത്തെ എക്സൈസ് കമ്മീഷണർ സ്ഥാനം ഒരു IAS ഉദ്യോഗസ്ഥന് തന്നെ നൽകണമെന്നാവശ്യപ്പെട്ട് IAS അസോസിയേഷൻ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. ഈ ഹർജിയിൽ അസോസിയേഷൻ അനുകൂലമായ ഉത്തരവ് ലഭിച്ചതിനെ തുടർന്നാണ് അന്ന് എക്സൈസ് കമ്മീഷണർ തലസ്ഥാനത്തിരുന്ന അജിത് കുമാറിനെ ആ പദവിയിൽ നിന്നും അടിയന്തരമായി ഒഴിവാക്കേണ്ടി വന്നത്. അതിനുശേഷമാണ് അതുവരെ ബെവ്കോ MD ആയി മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന IG അർഷിദ് അത്തല്ലൂരിയെ പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പകരം അജിത് കുമാറിനെ ബെവ്കോയുടെ പുതിയ CMD ആയി നിയമിക്കുകയും ചെയ്തത്. എന്നാൽ ഈ നിയമനം നടന്ന് അധികം വൈകാതെയാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ ഉന്നത IAS IPS തലപ്പത്ത് വലിയ രീതിയിലുള്ള ഒരു അഴിച്ചുപണി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. ഈ അഴിച്ചുപണിയുടെ ഭാഗമായി അജിത് കുമാറിനെ ബെവ്കോ CMD സ്ഥാനത്ത് നിന്ന് മാറ്റി യോഗ്യനായ മറ്റൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്ന ഔദ്യോഗിക ആവശ്യം മന്ത്രി M. ലിജു മുഖ്യമന്ത്രി VD സതീശന് മുന്നിൽ നേരിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ ഈ ആവശ്യത്തോട് മുഖ്യമന്ത്രി VD സതീശൻ അനുകൂലമായി പ്രതികരിക്കുകയും പച്ചക്കൊടി കാട്ടുകയും ചെയ്തതായിട്ടാണ് ഭരണകേന്ദ്രങ്ങളിൽ നിന്നുള്ള വിശ്വസനീയമായ വിവരം. നേരത്തെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാന്മാർ മർദ്ദിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഗ്രേഡ് SIമാർ മൊഴി നൽകിയത് അജിത് കുമാറിന് എതിരായിട്ടായിരുന്നു. രക്ഷാപ്രവർത്തനം അന്വേഷിക്കുന്ന SITക്ക് മുന്നിലായിരുന്നു കരഞ്ഞുകൊണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരുന്നത്. SIമാരായ ഗിരീഷും ശ്രീകാന്തുമാണ് അജിത് കുമാറിനെതിരെ മൊഴി നൽകിയത്. ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു SIമാരുടെ വാദം. തിരുത്താൻ ആവശ്യപ്പെട്ടത് വയനാട് ദുരന്ത സ്ഥലത്ത് നിന്നാണ്. തിരുത്തിയ റിപ്പോർട്ട് അജിത് കുമാർ നേരിട്ട് പരിശോധിച്ചു. കേസ് എഴുതി തള്ളാനുള്ള നടപടി വേഗത്തിലാക്കാൻ ADGP നിർദ്ദേശിച്ചെന്നുമായിരുന്നു മൊഴി. കേസ് ഡയറി തിരുത്താൻ ADGP നേരിട്ടെത്തിയെന്നും SIമാർ മൊഴി നൽകിയുണ്ടായി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആദ്യം വിളിപ്പിച്ചത് 2024 ഓഗസ്റ്റ് 5-നാണ്. ആദ്യം തിരുത്തേണ്ട കാര്യങ്ങൾ എഴുതി നൽകി. കോടതിയിൽ റിപ്പോർട്ട് നൽകാത്തതിനാൽ 13-ന് വീണ്ടും വിളിപ്പിച്ചു. 15-ന് വൈകിട്ട് അജിത് കുമാർ ഓഫീസിലെത്തി. തിരുത്തിയ റിപ്പോർട്ട് പരിശോധിച്ച് അംഗീകരിച്ചെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. പ്രതികളായ ഗൺമാന്മാരെയും മറ്റ് 5 പോലീസുകാരെയും കേസിൽ നിന്ന് പൂർണ്ണമായി രക്ഷയെടുക്കാൻ വേണ്ടി ചില പ്രധാന രേഖകൾ ഫയലുകളിൽ നിന്ന് മാറ്റുകയും പകരം പുതിയവ കൃത്രിമമായി നിർമ്മിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് SIT നേരത്തെ കണ്ടെത്തിയിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ കീഴുദ്യോഗസ്ഥർ ഒന്നടങ്കം കൂട്ടുനിന്നുവെന്ന ഗുരുതരമായ അവസ്ഥയാണ് ഈ കണ്ടെത്തലിലൂടെ വ്യക്തമാകുന്നത്. കൃത്രിമം കാണിച്ച ഈ പുതിയ ഫയലുകളുടെ ഉറവിടം തേടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ മുൻ ADGPയുടെ ഓഫീസിലേക്ക് നീണ്ടിരിക്കുന്നത്. അക്രമ സംഭവത്തിന്റെ യഥാർത്ഥ വീഡിയോ ദൃശ്യങ്ങളും അന്നത്തെ ലോക്കൽ അന്വേഷണ സംഘം കോടതിക്കായി രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികളും തമ്മിൽ കടുത്ത പൊരുത്തക്കേടുകളുണ്ടെന്നാണ് SIT വിലയിരുത്തുന്നത്. വീഡിയോകളിൽ ഗൺമാന്മാരുടെ ക്രൂരമായ മർദ്ദനം വ്യക്തമായി കാണാമെങ്കിലും മുൻപ് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടുകളിൽ ഇതിനെല്ലാം പ്രതിരോധിക്കാനുള്ള രക്ഷാപ്രവർത്തന വാദങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഈ പൊരുത്തക്കേടുകൾ ബോധ്യപ്പെട്ടതോടെയാണ് രേഖകൾ ചമച്ചതിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ SIT തീരുമാനിച്ചത്. അതേസമയം നേരത്തെ നരേന്ദ്രമോദിയെയും പിണറായി വിജയന്റെയും ഇടയിലെ പാലമാണ് അജിത് കുമാർ എന്നായിരുന്നു ആരോഗ്യമന്ത്രി മുരളീധരന്റെയും വിമർശനം.